ലുലു മാളിലെന്തോ ഓഫർ ഉണ്ട്, വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ പോണെന്ന് ഇത്ത എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് മറന്നുപോയി. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ ഇത്ത വന്ന് എന്നെ ഓർപ്പിച്ചു മോനെ പോണ്ടേ എന്നുള്ളത്. പിന്നെ പോയില്ല എന്നുണ്ടെങ്കിൽ എന്റെ മുക്കി പഞ്ഞൊക്കെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു പൂരപ്പറമ്പിനുള്ള ആൾ ഈ തിരക്കിന്റെ ഇടയ്ക്ക് എന്റെ ഇത്താൻ എവിടെ പോയി കണ്ടുപിടിക്കാൻ ഞാൻ പഠിച്ചോ തണുത്തപ്പണ എന്റെ ഇടയ്ക്ക് ഓണത്തിന്റെ ഇടയിൽ പൂട്ടച്ചോടം പോലെ ഇടയിൽ ചെക്കായിട്ടുണ്ട്. ഉമ്മയെ സാധനങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ അവൻ വീട്ടിൽ കൊള്ള എന്തെങ്കിലും പേടിച്ചോട്ടെ. അങ്ങനെ കുറച്ചു നേരത്തെ തെരച്ചിലിനോട് ഇത്താനെ കിട്ടിയിട്ടുണ്ട്. ബില്ലിംഗ് സെഷനിൽ ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ട്. ബില്ലടിക്കാൻ നേരത്തെ എന്നെ വിളിച്ച് പൈസ കൊടുക്കാനായിട്ട്. പിന്നെ നേരെ പോയത് ഹൈപ്പറിലാണ്. മൂളിത്തിന്റെ ഡബിൾ തിരക്ക് ഹൈപ്പറിലുണ്ട്. ഞാനാക്കിലെ തിരക്കിലൊന്നും മര്യാദ നോക്കി വാങ്ങാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്തെങ്കിലും കണ്ടാലോ എന്ന് വെച്ചാൽ അത് കയറിയത്. അങ്ങനെ നോക്കിയപ്പോൾ ബാക്കിൽ ഒരു ഷൂ വിളി നോക്കിയപ്പോഴത്തേക്ക് ഗൗതം സായി വലിയ ട്രോളി എടുത്താൽ ഇവിടെ അധികം നേരം നിന്ന് ഞാൻ ബില്ലടിക്കാനുള്ള ഒരറ്റം വരെ എത്തും. അതിന്റെ പേര് കൈ കിട്ടിയ സാധനം ബില്ല് അടിച്ച് ഞാൻ അവിടെ നേരെ പോയത് ഫുഡ് കഴിക്കാൻ പോയത്. വേറെ അവിടെ വരാപ്പുള്ള തറവാട്ടിക്കാണ്. എന്ത് സ്നേഹമുള്ള തങ്കപ്പെട്ട ചേച്ചിമാരെന്നറിയോ. അവിടുത്തെ സ്റ്റാഫൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം വിളമ്പി തന്നു. പിന്നെ ഞാൻ സ്പെഷ്യൽ ആയതുകൊണ്ട് അവിടെ ഉള്ള ചില്ലും കൂട്ടിലുള്ള എല്ലാ സ്പെഷ്യലും എനിക്ക് കൂട്ടി തന്നിട്ടുണ്ടായി. പിന്നെ എല്ലാം കൂടി എടുത്ത് കഴിഞ്ഞാൽ നടക്കൂല. അതിന്റെ പേരിൽ 2-3 ഐറ്റം മാത്രം ഞാൻ എടുത്ത്. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു പിടി വഴിക്കണം മോനെ. എന്റെ സാറേ സ്പീച്ച്ലെസ് ആയിപ്പോയി. സ്പീച്ച്ലെസ് സാധനം സെറ്റാണ്, ഒന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റ്. അതിന്റെ പേരിൽ ലൈഫിൽ ആദ്യമായിട്ട് ഇട്ട ചോറ് മൊത്തം ഞാൻ കഴിച്ചു. ഇനി ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വീട്ടിൽ പോയിട്ട് നല്ലൊരു ഉറക്കം. സദ്യയൊക്കെ കഴിച്ചാൽ ഒരു ഉറക്കം നിർബന്ധമാണേ. അതിന്റെ പേരിൽ ബില്ലും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുതിയത് രാത്രി ഷേപ്പ് കോട്ടപ്പുറത്ത് പോകാൻ വിളിച്ചപ്പോൾ അങ്ങനെ നേരെ കോട്ടപ്പുറത്ത് വിട്ട് തോണ്ട് സ്കൂട്ടി ചായ പിടിക്കാൻ. പിന്നെ എന്ത് കണ്ടാലും ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ. കൗതുകം ഇപ്പോഴും ലേശം കൂടുതലാണല്ലോ. അങ്ങനെ അവിടുത്തെ കുന്തളിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് നമ്മൾ അവിടെ നിന്നിട്ട്. അപ്പൊ ഓക്കെ, ഫോളോ ചെയ്താൽ നാളെ കാണാം.